പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. 2 തിമോത്തിയുടെ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തില് ദൈവത്തിന്റെ വചനം എന്നും ജീവനുള്ള വചനമാണ്. ആ വചനം നമ്മെ തിരുത്തും. ആ വചനം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഒപ്പിയെടുക്കും. ആ വചനം നീതിയിലേക്ക് നമ്മളെ പരിശീലിപ്പിക്കും. വചനത്തിന്റെ ശക്തി ആത്മാവിൽ നമുക്ക് വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കും. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. 2 പ്രത്യേകത ജീവനും ചൈതന്യവും പകരും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് യേശു കർത്താവ് പറഞ്ഞ വചനം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് ആ വചനത്തിന്റെ ജീവനിലൂടെ അവർക്ക് ചൈതന്യം വെളിപ്പെടാൻ ഇടവന്നു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കേൾക്കാൻ ഇടവന്നു. വചനത്തിന്റെ പ്രത്യേകതയാണ് ജീവനോടുകൂടെ ആ ചൈതന്യം വെളിപ്പെടും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു എന്ന്. യേശു പറഞ്ഞ വാക്കുകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സകലതിനെയും സർവചരാചരങ്ങളെയും ഉണ്ടാക്കിയ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അവന്റെ വാക്ക് മരിച്ച ലാസർ വരെയും കുഴിമാടത്തിൽ നിന്ന് പുറത്തു വരാൻ ഇടവന്നു. അവന്റെ വാക്ക്, അവന്റെ നാമം പറഞ്ഞ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്ന മനുഷ്യന്റെ മുടന്തു മാറി. അവന്റെ വാക്ക് കേട്ട 38 വർഷക്കാലം തളർവാദം പിടിപെട്ട മനുഷ്യൻ എഴുന്നേറ്റ് തന്റെ കിടക്കയും എടുത്തു വീട്ടിലേക്ക് പോയി. ജന്മനാ അന്ധനായ മനുഷ്യനും അവന്റെ വചനം കേട്ട് സൗഖ്യം പ്രാപിച്ചു. ഹെബ്രായ ലേഖനത്തിൽ നമ്മോട് പറയുക, ഈ വചനം ജീവനും ചൈതന്യവും തരുന്നതാണ്. ഈ വചനം ആരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നോ അവരുടെ ജീവിതത്തിലുള്ള സകല കുറവുകളും പോരായ്മകളും അവരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ഒപ്പിയെടുക്കും. ഇരുതര വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊള്ളുന്ന വചനമാണ്. നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത് പോലെ ഒന്നും പറയണ്ട. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എന്താണ് പോരായ്മ, ഞാൻ എന്താണ് തിരുത്താനുള്ളത്, എൻ്റെ കയ്യിൽ എന്താണ് കുറവുള്ളത് എന്ന് യോബിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ യോബ് തന്നെ ദൈവസന്നിധി പറയാൻ ഇടവന്നിട്ടുണ്ട്. യോബ് തന്റെ ജീവിതത്തെ തിരുത്താൻ ഇടവരികയാണ്. തിരുത്തപ്പെടുന്ന ഒരു ജീവിതം വചനത്തിലൂടെ നമുക്ക് മാറുവാൻ ഇടയാകണം. ചേതനയിലും സന്ധിമജ്ജകളിലും തുളച്ചു കയറുന്ന വചനമാണ് കർത്താവിൻ്റെത്. ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും തരും. ദൈവവചനം നമ്മളിൽ പ്രവർത്തിച്ചോ നമ്മൾ ചോദിക്കുന്നത് ദൈവം നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കും. നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ലൊരു ദിവസം കൂടി നമുക്ക് ദൈവം ഇങ്ങനെ ഒരുക്കി തരുമ്പോൾ ഈ കർത്താവിന്റെ കൂടെ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമന്ന, നമ്മുടെ വേദനകളെല്ലാം ഒപ്പിയ, നമുക്ക് വേണ്ടി അടികളേറ്റ ആ വചനമായിരിക്കുന്ന കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിച്ചെങ്കിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ കൂടെ നടക്കുക. എൻ്റെ കൂടെ എൻ്റെ കർത്താവേ, നീ ഇന്ന് ഈ പ്രഭാതത്തിൽ നടക്കണമേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നടത്തിത്തരണമേ, എന്നെ ബലപ്പെടുത്തണമേ,
എനിക്കായി കരുതുന്നവന്റെ ശക്തി എനിക്ക് അനുഭവിക്കുവാൻ കർത്താവ് ഇന്നിടയാക്കണം. ഈ പ്രഭാതത്തിന് എൻ്റെ മേൽ നിന്റെ കൃപയെ പകരണം. എൻ്റെ എല്ലാ ആവശ്യത്തിൻ്റെ മധ്യയും നീ പ്രവർത്തിക്കണം. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം അനുഗ്രഹിക്കണം. കർത്താവേ, ഒരു അനുഗ്രഹമായി തീരാൻ നീ ഇടയാക്കണം. അവന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.